Good afternoon. Good afternoon. So last class എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓതന്റിക്കേഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഹിയർ റിസീവറിന് കറക്റ്റ് സെൻഡറിനാണ് മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുള്ളൊരു ഓതന്റിക്കേഷൻ വേണം. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ദ മെസ്സേജിനാണ് ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, so we know that there are three types of authentication function, that is encryption, MAC and hash value. Then last class ഒരു hash algorithm discuss ചെയ്തു, that is MD5 message digest 5 algorithm. So today we are going to discuss another hash algorithm, that is secure hash algorithm, SHA-1. Okay, so the SHA was developed by NIST and NSA in 1993 and it is revised 1995 as SHA-1. So there are different types of secure hash algorithm and depending upon the output, there are three types. Okay, that means the output of SHA algorithm is 160-bit, it is known as SHA-1 and its output is 256, then it is known as SHA-256 and the output is 512, then it is known as SHA-512. Okay, so actually ഇവിടെ എന്താ നടക്കുന്നത്? First sender create a hash value, അല്ലേ? Hash value using SHA algorithm. That means some hash value. And the second step, it's append the message plus this hash value, right? Hash value. And then send to receiver, right? Then from receiver side, first calculate the hash value using this algorithm SHA-1. Then fifth step, it's compare generated hash value and receive hash value, right? If it is same, it means that there is no alteration in message during transmission and the receiver can realize that the messages came from the elegant sender. Okay, this is the basic concept. So നമ്മൾ ഇവിടെ പഠിക്കുന്നത് SHA-1 ആണ്. That means hash value അതായത് after this algorithm, SHA algorithm, the size of output is 160.
Then write down the algorithm. Same as MD5. MD5 നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് പഠിച്ചോ അതൊക്കെ എന്താണ് ഈ ഷാ അൽഗോരിതത്തിലും സെയിം ആണ്. The first step, here we process the plain text as Python block. Plain text is processed as Python blocks. Okay, block ആയിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. Then ഫസ്റ്റ് എന്ത് വേണം? Append padding bits. Append padding bits. So its length is 448 mod 512. ഓക്കെ, അതായത് നിങ്ങളുടെ ബ്ലോക്കിൽ 512 അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പാഡിംഗ് ബിറ്റ് അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അതായത് ഹിയർ 448 നിങ്ങളുടെ ബ്ലോക്ക് 448 ആകുന്നവരെ പാഡിംഗ് ബിറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് 512 അല്ല 448 ആണ്. ബിക്കോസ് എന്താ, തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഒരു 64 ബിറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? append a 64 bit length value to message. ഇതൊക്കെ സെയിം ആണ്, MD5ന്റെ സെയിം ആണ്. സോ ആഫ്റ്റർ ദിസ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് നിങ്ങളുടെ മെസ്സേജ് ഇറ്റ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 512 ആയിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, initialize buffer. സോ എന്തിനാ ബഫർ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ ഔട്ട്പുട്ട്, റൈറ്റ്? സോ ഇവിടെ ഔട്ട്പുട്ട് സൈസ് എത്രയാ? 160 ബിറ്റ്, റൈറ്റ്? ഒരു ബഫറിന്റെ സൈസ് എന്ന് പറയുന്നത് ബഫർ സൈസ് 32 ബിറ്റ്. ഓക്കെ, സോ എത്ര ബഫർ വേണ്ടി വരും? MD5 4 ബഫർ ആണ് യൂസ് ചെയ്തത്, ബട്ട് ഹിയർ വി യൂസ് 5 buffers. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 160 ബിറ്റ് ആണ്. MD5ന്റെ കേസിൽ ഔട്ട്പുട്ട് എത്രയായിരുന്നു? 128 ബിറ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് വേണം? 5 ബഫേഴ്സ് യൂസ് ചെയ്യുന്നു ടു സ്റ്റോർ ദി ഔട്ട്പുട്ട്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്, പ്രോസസ് ദി ഈച്ച് മെസ്സേജ് ബ്ലോക്ക്. ഓരോ മെസ്സേജ് ബ്ലോക്കും പ്രോസസ് ചെയ്യും അല്ലെ? അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലോക്ക് പ്രോസസ് ചെയ്യാണ്. ബ്ലോക്ക് സൈസ് എത്രയാ? 512. And finally we will get the output, that is the hash value, right? Hash value, and its size is 160. പെട്ടെന്ന് നോട്ട് ചെയ്തേ. പറഞ്ഞ അൽഗോരിതം തന്നെയാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? പാഡ് മെസ്സേജ് സോ ആസ് ടു ലെങ്ത് ഈസ് 448 mod 512. Then append a 64-bit length value to the message. Then initialize the 5 buffer. Okay, 5 ബഫറിന്റെ വാല്യൂ ഇതാണ്, നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ABCDE. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രോസസ് ദ മെസ്സേജ് അല്ലേ? 512 ബ്ലോക്ക് ആണ് മെസ്സേജ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ മെസ്സേജ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 4 റൗണ്ട്സ് ഉണ്ടാവും. MD5 പോലെ തന്നെ എന്താ ഇവിടെ 4 റൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ദർ ആർ 4 റൗണ്ട്സ് ആൻഡ് ഈച്ച് റൗണ്ട് പ്രോസസ്സിംഗ് ഓഫ് 20 സ്റ്റെപ്സ്. MD5ന്റെ കേസിൽ 4 റൗണ്ട്സ് ഉണ്ട്. 4 റൗണ്ട്സിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 16 സ്റ്റെപ്സ് ആണ്. ബട്ട് ഹിയർ the 4 rounds and each round processing of 20 steps.
ഓക്കെ. ദെൻ MD5 പോലെ തന്നെ എന്താണ് ഇവിടെ ലോജിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, F1 F2 F3 F4. ഓക്കെ. ദെൻ ഓരോ റൗണ്ടിൽ എന്തായി നിങ്ങളുടെ മെസ്സേജിന്റെ ഒരു പാർട്ട് യൂസ് ചെയ്യുന്നു അല്ലെ. 512 ബിറ്റ് ബ്ലോക്ക് ആണ്, അതിന്റെ ഒരു പാർട്ട് YQ യൂസ് ചെയ്യാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി ഒരു റൗണ്ട്, ഓരോ റൗണ്ടിന്റെയും ഇൻപുട്ട് എന്തായിരുന്നു, സ്റ്റാർട്ടിങ് ഇൻപുട്ട് എന്തായിരുന്നു, ഈ 512 ബിറ്റ് ബ്ലോക്കിന്റെ ഒരു പാർട്ടും ദെൻ ബഫറിന്റെ വാല്യൂ അല്ലെ, ഇനീഷ്യലി നമ്മൾ ബഫറിന്റെ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്, ആ വാല്യൂ ആയിരിക്കും. ദെൻ ആഫ്റ്റർ ദ റൗണ്ട്, ഫസ്റ്റ് റൗണ്ട്, ദ ബഫർ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് നമ്മൾ ഓരോ റൗണ്ടിന്റെ കേസിൽ എന്താണ് ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് KT. ദെൻ എന്താ ഫോർത്ത് റൗണ്ട് കഴിഞ്ഞാൽ, ആഫ്റ്റർ ദ ഫോർത്ത് റൗണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഓഫ് ദ ഫോർത്ത് റൗണ്ട് ഈസ് ആഡഡ് ടു ദി ഇൻപുട്ട് ഓഫ് ദ ഫസ്റ്റ് റൗണ്ട്. ഓൾറെഡി MD5 നമുക്കറിയാം. ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഔട്ട് കിട്ടും അല്ലെ. നമ്മുടെ മെസ്സേജിൽ L ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓരോ ബ്ലോക്ക് സൈസ് എത്ര ആയിരിക്കും, 512 ആയിരിക്കും. ഓക്കെ. ദെൻ ലാസ്റ്റ് ബ്ലോക്ക്, Lth ബ്ലോക്കിന്റെ ഔട്ട് ആയിരിക്കും എന്ത്, അവർ ഹാഷ് വാല്യൂ, ദാറ്റ് ഈസ് മെസ്സേജ് ഡൈജസ്റ്റ്, ദാറ്റ് ഈസ് 160 ബിറ്റ് മെസ്സേജ് ഡൈജസ്റ്റ്. MD5 പോലെ തന്നെയാണ്. ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നത്, 5 ബഫർ യൂസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് എന്താ 160 ബിറ്റ് ഔട്ട്പുട്ട് ആണ്. ദെൻ ഓരോ റൗണ്ടിലും 20 സ്റ്റെപ്സ് ഉണ്ടാവും. സോ അതർ തിങ്സ് ആർ സെയിം. ഇതുവരെ ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? SHA-1ന്റെ ഔട്ട്പുട്ട് എത്ര സൈസ് ആണെന്ന് പറഞ്ഞേ. കീർത്തന, മസ്ന, ദിൽന, 160 ബിറ്റ്സ്. ഓക്കെ. സോ ഓരോ മെസ്സേജും പ്രോസസ് ചെയ്യുമ്പോൾ ദ നമ്പർ ഓഫ് റൗണ്ട്സ്, ദെൻ ഓരോ റൗണ്ടിലും നമ്പർ ഓഫ് സ്റ്റെപ്സ് 20. ഓക്കെ. സോ ഒന്ന് അൽഗോരിതത്തിന്റെ ഓവർവ്യൂ പറഞ്ഞേ. ഫസ്റ്റ് എന്ത് വേണം, SHA-1 അൽഗോരിതത്തിന്റെ ഫസ്റ്റ് എന്താ വേണ്ടത്, അഖിൽ, അനഘ, അഞ്ജിത, അനുഗ്രഹ്, ശ്രീഷ്മ. Plain text processed as a 512 block. Okay. Then first എന്ത് വേണം, padding bit add ചെയ്യണം, right? Then next എന്ത് വേണം, $64 ബിറ്റ് ആഡ് ചെയ്യുക. ദെൻ ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്ക് അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്, ഇറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 512 ആയിരിക്കും. ദെൻ ബഫർ ഇനീഷ്യലൈസ് ചെയ്യുക. എത്ര ബഫർ ഇനീഷ്യലൈസ് ചെയ്യണം, 5 ബഫേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യുക. ബിക്കോസ് അവർ ഔട്ട്പുട്ട് സൈസ് ഈസ് 160. സോ ഒരു ബഫറിൽ 32 ബിറ്റ് ആണ് സൈസ്. അപ്പോൾ എന്ത് വേണം, 5 ബഫേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ഓരോ ബ്ലോക്കായിട്ട് പ്രോസസ്സ് ചെയ്യുക. ഫൈനൽ എന്ത് കിട്ടും, ഹാഷ് വാല്യൂ കിട്ടും. ഓക്കെ. സോ ഇത് ഈ ഫിഗർ MD5ന്റെ ഫിഗർ ആണ്. സെയിം ഫിഗർ തന്നെ ആയിരിക്കും എന്ത്, SHA-1ലും. ഓക്കെ. ഫസ്റ്റ് എന്താണ്, മെസ്സേജ് ആണ്. ദെൻ പാഡിംഗ് ബിറ്റ് ആഡ് ചെയ്യുക.
then 64-bit add ചെയ്യുക. Finally your message will be the multiple of 512 bits. Okay, then divide ചെയ്യുന്നു. 512 blocks ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്തായിരിക്കും ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 160 ആയിരിക്കും. ഓക്കെ, ഹിയർ ദ SHA-1 അൽഗോരിതം പെർഫോം ചെയ്യുന്നു. ഫൈനലി യു വിൽ ഗെറ്റ് ദി 160 ഔട്ട്പുട്ട്. സോ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്യുന്നുള്ള ഒരു ഇൻപുട്ടും ദെൻ മെസ്സേജ്. SHA-1 160 SHA-1 160 SHA-1. ഓക്കെ, ദെൻ ഫൈനൽ ബ്ലോക്കിന്റെ ഔട്ട് ആയിരിക്കും എന്ത് യുവർ ഹാഷ് വാല്യൂ, ദാറ്റ് ഈസ് 160 ബിറ്റ് ഹാഷ് വാല്യൂ. ഇതാണ് നിങ്ങളുടെ ഓരോ ബ്ലോക്കിനെയും പ്രോസസ്സ് ചെയ്യുന്ന ഡയഗ്രാം. ഇനീഷ്യൽ എന്താണ് 160 ബിറ്റ് ആണ്. ഓരോ ബഫർ എന്ത് ചെയ്യുന്നു ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹിയർ the 5 buffers used A, B, C, D, E. Each buffer having the size 32 bit, and there are 4 rounds. Here round 1, round 2, 3, 4. So ഓരോ റൗണ്ടിൽ എന്താ ഇൻപുട്ട് ആയിട്ട് അവർ ബ്ലോക്ക് കൊടുക്കുക അല്ലെ, 512 മെസ്സേജ് കൊടുക്കും. ഓരോ റൗണ്ടിൽ എന്താണ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, F1, F2, F3 ആൻഡ് F4. ദെൻ ഇവിടെ ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് വാല്യൂ കെ. ഓരോ റൗണ്ടിൽ എന്താ ഒരു കോൺസ്റ്റന്റ് വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. Okay, then you can see that it's a W of 0.19, that is part of the message. ഈ W of 0.19 എന്ന് പറയുന്നത് നിങ്ങളുടെ മെസ്സേജിന്റെ ഒരു പാർട്ട് ആയിരിക്കും. ഓക്കെ, ഒരു റൗണ്ടിൽ തന്നെ എന്താണ് 20 സ്റ്റെപ്സ് ഉണ്ടാവും. 20 സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ കോൺസ്റ്റന്റ് വാല്യൂ K1 ആയിരിക്കും. ദെൻ പാർട്ട് ഓഫ് ദ മെസ്സേജ് W0 യൂസ് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിലാകുമ്പോൾ അടുത്ത കോൺസ്റ്റന്റ് K2, പാർട്ട് ഓഫ് ദ മെസ്സേജ് W1. സോ അങ്ങനെ 20 സ്റ്റെപ്സ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ഈ ബഫറിൽ തന്നെ സ്റ്റോർ ചെയ്യും, ABCDE. സോ ഈ ഒരു വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് റൗണ്ടിലെ ഇൻപുട്ട്. ഓക്കെ, സോ ആഫ്റ്റർ ഫോർത്ത് റൗണ്ടിലും സെയിം ആയിരിക്കും ഓപ്പറേഷൻ. ആഫ്റ്റർ ഫോർത്ത് റൗണ്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഔട്ട്പുട്ടും ഇനീഷ്യൽ ഈ ബഫറിലെ ഇനീഷ്യൽ വാല്യൂ ചെയ്തിട്ട് എന്താ എക്സോർ ചെയ്യാണ്. സോറി, എക്സോർ അല്ല, അഡീഷൻ ഓപ്പറേഷൻ അല്ലെ, അഡീഷൻ മോഡുലോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. സോ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും അല്ലെ, 160 ബിറ്റ് വാല്യൂ കിട്ടും. സപ്പോസ് നിങ്ങളുടെ മെസ്സേജിൽ ഒരു ബ്ലോക്കാണ് ഉള്ളതെങ്കിൽ ഈ ഒരു വാല്യൂ ആയിരിക്കും എന്ത് യുവർ ഹാഷ് വാല്യൂ. ഇനി നിങ്ങളുടെ മെസ്സേജിൽ ഒരു 2 ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഈ വാല്യൂ എന്ത് ചെയ്യും? നെക്സ്റ്റ് ബ്ലോക്ക് പ്രോസസ് ചെയ്യേണ്ട ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഹിയർ ABCDE ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ദെൻ അവിടെ എന്തായിരിക്കും 4 റൗണ്ട്സ് ഉണ്ടാവും. ദെൻ ആഫ്റ്റർ ഇവിടെ എന്ത് ചെയ്യും? ഒരു 160 ബിറ്റ് വാല്യൂ കിട്ടും. അതായിരിക്കും യുവർ ഹാഷ് വാല്യൂ. ഓരോ സ്റ്റെപ്പിലെയും ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 സ്റ്റെപ്സ് ഉണ്ട്, 4 റൗണ്ട് ഉണ്ട്. ഓരോ റൗണ്ടിലും 20 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഇനീഷ്യലി എന്ത് ചെയ്യും? ഈ ബഫറിന്റെ വാല്യൂ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യും. ഇനി ഓരോ റൗണ്ട് കഴിയുമ്പോഴും എന്താ ബഫറിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ കംപ്രഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഈയിലുള്ള വാല്യൂം പ്ലസ് F of T, B, C, D. That means ഇതാണ് ഓരോ ഫംഗ്ഷൻ. അതായത് F1 എന്ന് പറയുന്ന ഫസ്റ്റ് റൗണ്ടിൽ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് BCD. T ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റെപ്പ് നമ്പർ ആണ്. ഓക്കെ, സോ ഫംഗ്ഷൻ വാല്യൂ എന്താ? B and C or B complement and D. Then F2 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ BXO, CXO, D. ആൻഡ് F3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വാല്യൂ പഠിച്ചിരിക്കണം. F3 എന്ന് പറയുമ്പോൾ
B and C, or B and D, or C and D. And the function f of bxo cxo d. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, ഇ പ്ലസ് ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യാണ്. അപ്പോൾ ഇയും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യുന്നത്, ബഫർ എയുടെ വാല്യൂ ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, അതായത് 5 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. നെക്സ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പ്ലസ് ഡബ്ല്യു ടി. ഡബ്ല്യു ടി എന്ന് പറയുന്നത് നിങ്ങളെ പെർട്ടിക്കുലർ മെസ്സേജിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്താ, ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എന്തായിരിക്കും, W0 ആയിരിക്കും, പ്ലസ് ഫസ്റ്റ് കോൺസ്റ്റന്റ് K0 ഇത് ആഡ് ചെയ്യും. ഇത്രയും ഓപ്പറേഷൻ പെർഫോം ചെയ്യും ഫസ്റ്റ്. ഓക്കെ, ആൻഡ് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇ പ്ലസ് എഫ് ഓഫ് ടി കോമ ബി സി ഡി കോമ എ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓഫ് 5 പ്ലസ് ഡബ്ല്യു ടി പ്ലസ് കെ ടി, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, ദെൻ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. ദെൻ ബഫർ എയുടെ വാല്യൂ എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, ബിയിൽ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ബിയുടെ വാല്യൂ, ബഫർ ബിയുടെ വാല്യൂ ഒന്ന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. അത് 30 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്ത ശേഷം എവിടെ സ്റ്റോർ ചെയ്യും, സിയിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ സിയുടെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, ടിയിൽ സ്റ്റോർ ചെയ്യും. ടിയുടെ വാല്യൂ ഇയിൽ സ്റ്റോർ ചെയ്യും. ഇത് ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഫസ്റ്റ് റൗണ്ടിലെ സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോഴോ എന്തായിരിക്കും ചേഞ്ചസ്, ഫംഗ്ഷൻ ഇവിടെ സെയിം ആയിരിക്കും, ഇതൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, W1 ആയിരിക്കും, അടുത്ത പാർട്ടായിരിക്കും. പ്ലസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 ആയിരിക്കും. ദെൻ പ്രോസസ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും, ഇയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ എയുടെ വാല്യൂ അതുപോലെ എവിടെ സ്റ്റോർ ചെയ്യും, ബിയിൽ സ്റ്റോർ ചെയ്യും. ദെൻ വാല്യൂ ഓഫ് ബി ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യും, സിയിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് വാല്യൂ ഓഫ് സി സ്റ്റോർഡ് ഇൻ ടു ദി ഡി ആൻഡ് വാല്യൂ ഓഫ് ഡി സ്റ്റോർഡ് ഇൻ ടു ദി ഇ. സോ അതുപോലെ എങ്ങനെയാ 20 സ്റ്റെപ്പ് പെർഫോം ചെയ്യും. ഇനി അടുത്ത് എന്തായിരിക്കും, സെക്കൻഡ് റൗണ്ട്. അഗെയിൻ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ എന്ത് ചെയ്യും, സെയിം ഓപ്പറേഷൻ അല്ലേ, ഇ പ്ലസ് എഫ് ഒ. ഇവിടെ എഫ് എന്തായിരിക്കും, F1 ആയിരിക്കും, അതായത് ഇതായിരിക്കും F2 ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. എയുടെ വാല്യൂ ഒന്ന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. WT എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ W21 ആയിരിക്കും. ഓക്കെ, സോറി 20 ആയിരിക്കും, W20. 0 to 90 ആണ് പാർട്ട്, ഇവിടെ 20 ആയിരിക്കും. അപ്പൊ എന്ത് കൊടുക്കുക, W20 പ്ലസ് 80 എന്ന് പറയുന്നത് അടുത്ത കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റൗണ്ട് അല്ലേ, സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ എന്തായിരിക്കും, ഇവിടെ അനദർ കോൺസ്റ്റന്റ് കൊടുക്കും. ദെൻ ആഡ് ചെയ്ത വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ എയുടെ വാല്യൂ എവിടുത്തെ അനദർ എവിടെ സ്റ്റോർ ചെയ്യും, ബിയിൽ സ്റ്റോർ ചെയ്യും. ദെൻ ബിയുടെ വാല്യൂ ഒരു 30 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ സ്റ്റോർഡ് ഇൻ ടു ദി ബഫർ സി. ദെൻ ദ വാല്യൂ ഓഫ് സി, ബഫർ സി സ്റ്റോർഡ് ഇൻ ടു ദി ബഫർ ഡി. Then value of D, buffer D stored into the E. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കംപ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫംഗ്ഷൻ ഓർത്തിരിക്കുക. MD5ന്റെ പോലെ തന്നെ ഇതെന്താണ്, ഈ ഒരു കംപ്രഷൻ ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. Is it clear? ഇത് ക്ലിയർ ആണോ? അഞ്ജലി, അഞ്ജിത, ശ്രീഷ്മ, അഖിൽ, റൈസ, നിതിൻ, നഫ, നേഹ, സിനാൻ, കീർത്തന.
നിങ്ങൾ എന്തായാലും ഒരു കംപ്രഷൻ ഫംഗ്ഷൻ പഠിച്ചിരിക്കണം. ദെൻ ഓരോ ഫംഗ്ഷന്റെ വാല്യൂ എന്താന്ന് പഠിച്ചിരിക്കണം. ആ പെർട്ടിക്കുലർ അൽഗോരിതം പഠിക്കുക. MD5ഉം SHA-1ഉം കൺഫ്യൂസ്ഡ് ആകരുത്. സെയിം ആണ്, രണ്ട് അൽഗോരിതം സെയിം ആണ്. അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഔട്ട്പുട്ടിന്റെ ഡിഫറൻസ് ആണ്. ദെൻ ഓരോ റൗണ്ടിലും സ്റ്റെപ്സും ആ കംപ്രഷൻ ഫംഗ്ഷനും ഡിഫറെന്റ് ആണ്. ബാക്കിയൊക്കെ സെയിം ആണ്. സോ അതാണ് കംപ്രഷൻ ഫംഗ്ഷന്റെ ഫിഗർ. 5 ബഫേഴ്സ് ഉണ്ട്, A, B, C, D, E. ദെൻ FT എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. ഓരോ റൗണ്ടിലും ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് B, C, D. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇയുടെ വാല്യൂ ഇയുടെ വാല്യൂയും ദ ഫംഗ്ഷന്റെ വാല്യൂയും തമ്മിൽ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യുന്നത്? എയുടെ വാല്യൂ ഒന്ന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 5 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടുമായിട്ട് ആഡ് ചെയ്യാണ്. ദെൻ ഫൈനലി ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ ആ റിസൾട്ടിന്റെ കൂടെ എന്താ? വേർഡ് പാർട്ട് ഓഫ് ദി മെസ്സേജ് T എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ W1 ആഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ റിസൾട്ടിന്റെ കൂടെ എന്തായിരിക്കും? അവർ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. കിട്ടിയ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു? ബഫർ എയിൽ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ. ദെൻ എയുടെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യുന്നു? ബിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ബിയുടെ വാല്യൂ ഒന്ന് 30 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ സ്റ്റോർഡ് ഇൻ ടു ദി സി. ആൻഡ് ദ വാല്യൂ ഓഫ് സി എവിടെ സ്റ്റോർ ചെയ്യുന്നു? ഡിയിൽ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ദ വാല്യൂ ഓഫ് ഡി എവിടെ സ്റ്റോർ ചെയ്യുന്നു? ഇയിൽ സ്റ്റോർ ചെയ്യുന്നു. ഒരു റൗണ്ട് അല്ലേ? ഫസ്റ്റ് റൗണ്ടിൽ 20 സ്റ്റെപ്സ് ഇതുപോലെ ചെയ്യും. ഓക്കെ. ഇപ്പൊ ഓരോ ഫസ്റ്റ് റൗണ്ടിൽ ഇത് സെയിം ആയിരിക്കും. എവിടെ ഡിഫറൻസ് വരുന്നത്? ഈ WTയും KT ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴെന്താ? ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. WTയും KTയും ഡിഫറെന്റ് ആയിരിക്കും. ഒരു റൗണ്ടിൽ ഫംഗ്ഷൻ സെയിം ആയിരിക്കും. ആ 20 സ്റ്റെപ്സിൽ എന്താ ഡിഫറൻസ് വരുന്നത്? ഈ WTന്റെയും KTന്റെ വാല്യൂ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. അടുത്ത റൗണ്ട് എത്തുമ്പോൾ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. ആ റൗണ്ടിലെ എല്ലാ സ്റ്റെപ്സിലും എന്തായിരിക്കും? ഈ ഒരു ഫംഗ്ഷൻ സെയിം ആയിരിക്കും. ഡിഫറൻസ് വരുന്നത് എന്തായിരിക്കും? പാർട്ട് ഓഫ് ദ മെസ്സേജും ദ കോൺസ്റ്റന്റ് വാല്യൂ. ഇതാണ് SHA-1. മെയിൻ ആയിട്ട് നിങ്ങൾ സെക്യൂർ ഹാഷ് അൽഗോരിതം എന്താന്ന് പറയാ. എന്താ? ഇറ്റ്സ് ഓതന്റിക്കേഷൻ ഹാഷ് അൽഗോരിതം ആണ്. ഹാഷ് അൽഗോരിതം യൂസ് ചെയ്തത് ടു ഓതന്റിക്കേറ്റ് ദി മെസ്സേജ്. അപ്പോൾ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. MD5ഉം ഷാൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഷാന്റെ കേസിൽ എന്താ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 160 ബിറ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് MD5 ദ ഔട്ട്പുട്ട് സൈസ് ഈസ് 128 ബിറ്റ്. ദെൻ ഇവിടെ യൂസ് ചെയ്യുന്നത് SHA-1ന്റെ കേസിൽ യൂസ് ചെയ്യുമ്പോൾ 5 ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് MD5ന്റെ കേസിലോ 4 ബഫർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ രണ്ട് കേസിൽ എന്താ? നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ബട്ട് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ ഈച്ച് റൗണ്ട് ഡിഫറെന്റ് ആണ്. MD5ന്റെ കേസിൽ 16 സ്റ്റെപ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് SHA-1 there is a 20 steps in each round. Okay. Then compression function അതും ഡിഫറെന്റ് ആണ്. പിന്നെ നിങ്ങൾ എന്താ ഈ ഒരു ഫിഗർ പഠിക്കണം. ദെൻ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? എനി ഡൗട്ട്? Is it clear? Only Abhinav.
ബാക്കി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? അഞ്ജലി, അഞ്ജിത, അനുഗ്രഹ്, അദിൻ, ഇജാസ്, നിതിൻ, റൈസ, റിസിൻ. സോ നമ്മുടെ 4th മൊഡ്യൂളിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? മെസ്സേജ് ഓതന്റിക്കേഷൻ, റൈറ്റ്? സോ എന്തിനാ മെസ്സേജ് ഓതന്റിക്കേറ്റ് ചെയ്യുന്നത്? വാട്ട് യു മീൻ ബൈ ഓതന്റിക്കേഷൻ എന്ന് റിപ്ലൈ തന്നെ. വാട്ട് യു മീൻ ബൈ ഓതന്റിക്കേഷൻ? ഓക്കെ, ടു ഐഡന്റിഫൈ സെൻഡർ ഈസ് റൈറ്റ് ഓർ നോട്ട്. സോ നമ്മൾ ഓതന്റിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്യുന്നത്? മെസ്സേജ് ഓതന്റിക്കേഷൻ ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മെസ്സേജ് ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ 3 ഫങ്ഷൻ ഓർ വാട്ട് ആർ ദ 3 ക്ലാസ്സസ്? അതാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Message encryption. First one, message encryption, and the second one, message authentication code MAC. Okay, and third one, hash function. Okay, so hash generate ചെയ്യാൻ വേണ്ടി 2 algorithms യൂസ് ചെയ്തു. What are the algorithms? MD5, then SHA-1. Then what are the difference between MD5 and SHA-1? MD5ന്റെ ഔട്ട്പുട്ട് സൈസ് എത്രയാണ്? 128 bit. Okay, then SHA-1 എന്റേതോ? 160 bit. Okay, very good. Then 2 അൽഗോരിതത്തിന്റെ കേസിലും മെസ്സേജ് നമ്മൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് റൗണ്ട്സ് എത്രയാ? നമ്പർ ഓഫ് റൗണ്ട്സ് ഇൻ ഈച്ച് അൽഗോരിതം. Then ഓരോ റൗണ്ട്സിലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് 20. 24 MD5 ആണോ SHA-1 ആണോ? ഏത് അൽഗോരിതത്തിനാണ് നമ്പർ ഓഫ് റൗണ്ട്സ്? ഓക്കെ, SHA-1 നമ്പർ ഓഫ് റൗണ്ട്സിൽ 4 ഉണ്ട്. അതിന് ഓരോ റൗണ്ടിലും നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ 20 ആണ്. ദെൻ MD5ന്റെ കേസിലോ ഓരോ റൗണ്ടിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 16 സ്റ്റെപ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അറ്റൻഡൻസ് പ്ലീസ്.